എല്ലാവർക്കും നമസ്കാരം. ഹോം ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ കോവിഡിൻ്റെ പിടിയിലമർന്നിട്ട് ഏതാണ്ട് 2 മാസം തികയാണ്. കേരളത്തിലും സ്ഥിതി മറ്റൊന്നല്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു കോവിഡിൻ്റെ തുടക്കകാലത്ത്. കൈവിടാതിരിക്കാം, കൈ കഴുകൂ, ബ്രേക്ക് ദ ചെയിൻ എന്നതായിരുന്നു ആ ക്യാമ്പയിൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇനി അങ്ങോട്ട് കോവിഡിനോടൊപ്പം അല്ലെങ്കിൽ കൊറോണ വൈറസിനോടൊപ്പം നീങ്ങണം എന്നുള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് കൈ കഴുകുക എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് കൈകൾ വൃത്തിയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൈ കഴുകാനുള്ള ഒരു കോണ്ടാക്ട്ലെസ് ഡിവൈസാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ്. PVC പൈപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു ലളിതമായ ഉപകരണം. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് നിങ്ങളെ കാണിക്കാം. നമുക്കാദ്യം ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് PVC പൈപ്പാണ്. 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പ്. അത് വയറിംഗ് ഗ്രേഡ്, നമ്മൾ സാധാരണ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പായാലും മതി. അത് 2 മീറ്റർ വാങ്ങിക്കുക. അതിൽ നിന്ന് 10 സെൻറ്റിമീറ്ററിൻ്റെ 2 കഷ്ണം, 20 സെൻറ്റിമീറ്ററിൻ്റെ 2 കഷ്ണം, 102 സെൻറ്റിമീറ്ററിൻ്റെ 1 കഷ്ണം ഇങ്ങനെ മുറിക്കുക. പിന്നെ 1/2 ഇഞ്ചിൻ്റെ T ജോയിന്റ് ഒന്ന് വേണം. അതുപോലെ എൽബോ ഒന്ന് വേണം. പിന്നെ വരുന്നത് 3/4 ഇഞ്ച് പൈപ്പാണ്. അത് നല്ല ക്വാളിറ്റി. 3/4 ഇഞ്ച് നമ്മൾ പൈപ്പ് വാങ്ങിക്കുന്ന സമയത്ത് കട്ടി കുറഞ്ഞ പൈപ്പ് ഉണ്ടാവും, അത് വാങ്ങിക്കരുത്. നല്ല കട്ടിയുള്ള പൈപ്പേ വാങ്ങിക്കാവും. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി പൈപ്പ് വാങ്ങിക്കുക. അത് 2.5 മീറ്റർ വാങ്ങിക്കുക. അത് 10 സെൻറ്റിമീറ്ററിൽ 1 കഷ്ണം, 13 സെൻറ്റിമീറ്ററിൽ 1 കഷ്ണം, 20 സെൻറ്റിമീറ്ററിൽ 1 കഷ്ണം, 72 സെൻറ്റിമീറ്ററിൽ 1 കഷ്ണം ഇങ്ങനെ മുറിക്കുക. പിന്നെ 3/4 ഇഞ്ചിൻ്റെ T 7 വേണം. എൽബോ ജോയിന്റ് 1 വേണം. പിന്നെ പൈപ്പിൻ്റെ എൻഡിൽ ഒരു സ്റ്റോപ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പൈപ്പ് അടയ്ക്കാനായിട്ട്, എൻഡ് അടയ്ക്കാനായിട്ട്. അത് 5 വേണം. പിന്നെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാനിറ്റൈസർ സ്റ്റാൻഡിൻ്റെ ഫുഡ് പെഡൽ വേണം. അത് നമ്മൾ സ്വയം ഉണ്ടാക്കണം, അത് കാണിക്കാം. അതുപോലെ തന്നെ ഒരു സ്റ്റീൽ ഹുക്ക് വേണം, S ഷേപ്പിലുള്ള. അത് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും. പിന്നെ ഒരു റബ്ബർ ട്യൂബ്, ഒരു 10 സെൻറ്റിമീറ്ററോളം ലെങ്ത്തിലുള്ള ഒരു റബ്ബർ ട്യൂബ് വേണം. പിന്നെ സാനിറ്റൈസർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ വെക്കാനായിട്ടുള്ള ഒരു സ്ഥലം, ഒരു പ്ലാറ്റ്ഫോം. അത് നമ്മൾ സ്വയം ഉണ്ടാക്കണം, അത് ഞാൻ കാണിക്കാം. പിന്നെ ടൂൾസായിട്ട് വേണ്ടത് ഡ്രില്ലർ വേണം, ഹാക്സോ ബ്ലേഡ് വേണം. പിന്നെ പൈപ്പ് പൊട്ടിക്കാനായിട്ട് സ്റ്റാർ ബോണ്ട് വേണം. അത് 100 ml വാങ്ങിയാൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 20 സെൻറ്റിമീറ്ററിൽ മുറിച്ച് വെച്ചിരിക്കുന്ന 6 PVC കഷ്ണങ്ങൾ, പൈപ്പിൻ്റെ കഷ്ണങ്ങൾ 3 T ജോയിൻറ്റുകളുമായിട്ട് ബന്ധിപ്പിക്കുക. അത് കഴിഞ്ഞ് പൈപ്പിൻ്റെ എൻഡുകളെല്ലാം സ്റ്റോപ്പർ വെച്ച് അടയ്ക്കുക. അങ്ങനെ 4 സ്റ്റോപ്പർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് ഈ ഒരു ഡിവൈസിൻ്റെ ബേസ്. ഇത് ആദ്യം ഉണ്ടാക്കണം. നമ്മളിപ്പോൾ തയ്യാറാക്കിയ ബേസിൻ്റെ നടുവിലുള്ള T ജോയിൻറ്റിൽ അവശേഷിക്കുന്ന ഹോളിലോട്ട് നമ്മൾ 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പൈപ്പ് ഇറക്കുക. അതിനുശേഷം അതിനോടൊരു T ജോയിൻറ്റ് കണക്ട് ചെയ്യുക. ആ T ജോയിൻറ്റിന് അഭിമുഖമായിട്ട് മറ്റൊരു T ജോയിൻറ്റും കൂടെ കണക്ട് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിലോട്ട് 72 സെൻറ്റിമീറ്ററുള്ള മറ്റൊരു പൈപ്പ് കണക്ട് ചെയ്യുക. അതിന് മുകളിൽ പിന്നെയും ഒരു T ജോയിൻറ്റ് ഫിക്സ് ചെയ്യുക. അതിന് അഭിമുഖമായിട്ട് മറ്റൊരു T ജോയിൻറ്റും കൂടെ ഫിക്സ് ചെയ്യുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ സ്റ്റാൻഡിൻ്റെ സ്റ്റെം റെഡിയായി. ഇനി നമ്മൾ സോപ്പ് ഡിസ്പെൻസ് ചെയ്യാനുള്ള ഒരു ലിവർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനിതുപോലെ നമ്മളുടെ 1/2 ഇഞ്ച് പൈപ്പ് എടുത്തിട്ട് 20 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ലൂപ്പ് ഇതുപോലെ ഉണ്ടാക്കുക. ഇതിനകത്ത് നമ്മൾ 4 ബെൻഡ് ഉപയോഗിച്ചിരിക്കുന്നു, എൽബോ ബെൻഡ് ഉപയോഗിച്ചിരിക്കുന്നു, ഒരു T ജോയിൻ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ലിക്വിഡ് സോപ്പിൻ്റെ ബോട്ടിൽ വെക്കാനായിട്ട് ഒരു ഹോൾഡർ ഉണ്ടാക്കുന്നുള്ളതാണ്. അത് ഞാൻ ഈ ആമസോണിൽ നിന്നൊക്കെ വരുന്ന പാക്കിംഗ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിയിൽ റബ്ബറിൻ്റെ ചെരുപ്പിൻ്റെ ഒരു പീസും വെച്ചിട്ടുണ്ട്. നമ്മുടെ 13 സെൻറ്റിമീറ്റർ മുറിച്ച് വെച്ചിരിക്കുന്ന പൈപ്പ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അറ്റത്ത് ഒരു സ്റ്റോപ്പറും കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത 72 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പിൻ്റെ മുകളിൽ T ജോയിൻ്റ് ഉണ്ട്. ആ T ജോയിൻറ്റിൻ്റെ മുകളിലായിട്ട് 20 സെൻറ്റിമീറ്ററിൻ്റെ മറ്റൊരു പൈപ്പ് കണക്ട് ചെയ്യുക. അതിനുശേഷം ഒരു എൽബോ കണക്ട് ചെയ്യുക.
അതിനുശേഷം ആ എൽബോയുടെ മറ്റേ എൻഡിലേക്ക് ഹൊറിസോണ്ടലായിട്ട് 13 സെൻറ്റിമീറ്റർ നീളമുള്ള പൈപ്പ്, ആ പൈപ്പിന് മുകളിലാണ് നമ്മളിപ്പോൾ സാനിറ്റൈസർ വെക്കാനുള്ള സ്റ്റാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ പൈപ്പ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ പൈപ്പിൻ്റെ എൻഡിൽ ഒരു സ്റ്റോപ്പർ കൊടുക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പിൻ്റെ അടിയിലായിട്ട് 102 സെൻറ്റിമീറ്റർ പൈപ്പ് ഇൻസേർട്ട് ചെയ്ത ശേഷം ആ ലൂപ്പ് മൊത്തമായിട്ട് നമ്മുടെ ടീയുടെ മറ്റേ എൻഡിലൂടെ താഴോട്ട് ഇറക്കുക എന്നുള്ളതാണ്. ഇതോടുകൂടി നമ്മുടെ സാനിറ്റൈസർ സ്റ്റാൻഡിൻ്റെ പണി 90% കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ലിക്വിഡ് സോപ്പിൻ്റെ ബോട്ടിൽ മുകളിൽ വെച്ചിരിക്കുന്നു. ഇപ്പോൾ പണി ഏതാണ്ടൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അടിയിലുള്ള പെഡലിൻ്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഈ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ വിഷ്വൽ കണ്ടാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഫുഡ് പെഡലും കണക്ട് ചെയ്തിരിക്കുന്നു. ഫുഡ് പെഡൽ ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ച MDFൻ്റെ ഒരു കഷ്ണമാണ്. അത് കണക്ട് ചെയ്യാനായിട്ടാണ് ഹുക്ക്, നിങ്ങൾ താഴെ കാണുന്നുണ്ടല്ലോ ആ സ്റ്റീലിൻ്റെ ഹുക്ക്. അത് നമ്മുടെ പൈപ്പിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്ത് നമ്മൾ ഈ ലിവർ ഉപയോഗിച്ച് സോപ്പ് എടുക്കാവുന്ന രീതിയിലേക്ക് ഈ സംഗതി പൂർണ്ണമായിട്ട് തയ്യാറാക്കി. ഇനി ഇതിൻ്റെ ലൈവ് ഡെമോ ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം വന്നിട്ട് ഇതിൻ്റെ ഫുഡ് പെഡലിൽ അമർത്തി കഴിഞ്ഞാൽ ആ പ്രഷർ മുകളിലോട്ട് പോയി നമ്മൾ സോപ്പ് ഡിസ്പെൻസറിൽ നിന്ന് സോപ്പ് പുറത്തേക്ക് വരും. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. വളരെ എളുപ്പത്തിൽ സോപ്പ് എടുക്കാം, ടച്ച്ലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ലളിതമായൊരു ഉപകരണമാണ്, ആർക്കും ഉണ്ടാക്കാം. എനിക്ക് ഏകദേശം ഒരു 300 രൂപയെ ചിലവ് വന്നുള്ളൂ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക, കൈ കഴുകുക, കൈകൾ ശുദ്ധമാക്കി വയ്ക്കുക, കൊറോണയെ നേരിടുക. നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. നമസ്കാരം.